ലിവിംഗ് ടുഗദറായി കഴിഞ്ഞിരുന്ന യുവതിയെ മൊബൈൽ ഫോണിന്റെ കേബിൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച കേസിൽ യുവമോർച്ച നേതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനാണ് അറസ്റ്റിലായത്. എസ് ശ്യാംകുമാർ റാഫി കരീം കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. റാഫി, ഈ പെൺകുട്ടി ഈ യുവതി പറയുന്നത് 5 വർഷമായി തനിക്ക് പീഡനമുണ്ട്, ഇപ്പോൾ സഹികെട്ടാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയതെന്നാണ്. ദേഹമാസകലം ഈ പരിക്കേറ്റതിന്റെ പാടുകളടക്കം വാർത്ത നേരത്തെ പുറത്തു വന്നതുമാണ്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. വധശ്രമത്തിനടക്കം കേസ് ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ക്രൂരമായ ഉപദ്രവമാണ് ഈ ശിവസേന നേതാവിൽ നിന്നുണ്ടായതെന്നാണ് യുവതി പറയുന്നത്. ഇരുവരും ലിവിംഗ് ടുഗദറായി മരടിൽ താമസമായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ പലപ്പോഴായി ക്രൂരമായ ഉപദ്രവം നടത്തിയത്. ഇതിനുശേഷം ഈ കുട്ടി ജീവന് രക്ഷ തേടിയാണ് ഈ വീട്ടിൽ നിന്ന് ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോകുന്നത്. തുടർന്ന് ഈ യുവാവ് മരട് പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി നൽകുകയായിരുന്നു. ഈ പരാതിക്ക് ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ കണ്ടെത്തി. തുടർന്ന് യുവതി പോലീസിന് മുന്നിൽ തനിക്കേറ്റ ക്രൂരമർദ്ദനത്തിന്റെ കഥ പറഞ്ഞതോടുകൂടിയാണ് വാദി പ്രതിയായത്. ഇതോടുകൂടിയാണ് ഈ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ യുവതി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നുള്ളതാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് മാധ്യമങ്ങളോട് പറഞ്ഞതും ഈ നിലയിൽ തന്നെയാണ്. 5 വർഷമായി ക്രൂരമായ മർദ്ദനമായിരുന്നു. ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ചാണ് ഏറ്റവും ഒടുവിൽ മർദ്ദനം നടത്തിയത്. ഈ മർദ്ദനത്തിൽ ഈ യുവതിയുടെ ശരീരത്തിൽ പാടുകളുണ്ട്, മർദ്ദനമേറ്റ പരിക്കുകളുണ്ട്. ഇതിനെ തുടർന്ന് ജീവൻ രക്ഷിക്കാനാണ് ഈ മർദ്ദനത്തിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്. തുടർന്ന് അടുത്ത ബന്ധുവിന്റെ വീട്ടിൽ അഭയം തേടി. അതിനുശേഷം പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി ഈ നിലയിലുള്ള മൊഴി നൽകി. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മർദ്ദനത്തിന് കാരണം എന്തെന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത്. യുവതി പറഞ്ഞത് ഒരു കാരണവും ഇല്ലാതെയാണ് മർദ്ദിക്കുന്നത് എന്നുള്ളതാണ്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് അടിമയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ യുവതിയെ ക്രൂരമായി മർദ്ദിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള വിവരങ്ങൾ കൃത്യമായി ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ലഭ്യമാവുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് ഈ പോലീസ് സംഘം കടക്കുക. ശരി, റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.